നമസ്കാരം. 2024 മോദി സർക്കാർ വീണ്ടും അധികാരത്തിലെത്തുമ്പോൾ ബി ജെ പിയുടെ തുടർച്ചയായ മൂന്നാം ടേമാണ്. ഇനി അങ്ങോട്ട് ബി ജെ പിയുടെ ഭരണമായിരിക്കും രാജ്യത്തെ എന്ന പ്രതീതി സൃഷ്ടിച്ച് ബി ജെ പി സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിലും ദേശീയ തെരഞ്ഞെടുപ്പുകളിലും കുതിപ്പ് തുടരുകയാണ്. പ്രതിപക്ഷ ഐക്യത്തിന് ഒരു സാധ്യതയും ഇപ്പോഴും തെളിഞ്ഞു കാണുന്നില്ല. അതുകൊണ്ട് തന്നെ മോദിയുടേത് ഒരു ഫാസിസ്റ്റ് സർക്കാരാണ്. വംശഹത്യ അടക്കമുള്ള ഫാസിസ്റ്റ് ആശയങ്ങളാണ് നടപ്പിലാക്കുന്നത് എന്ന പ്രചരണം അതിശക്തമായി മറുഭാഗത്തുള്ളവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഫാസിസ്റ്റ് മോദി സർക്കാർ ന്യൂനപക്ഷ വിരുദ്ധമാണ് എന്നതാണ് പൊതുവെയുള്ള പ്രചരണം. ഈ പ്രചരണത്തെ മറികടക്കാൻ മോദി ക്രൈസ്തവരെ കൂടെ നിർത്താനുള്ള ശ്രമം നേരത്തെ മുതൽ നടത്തുന്നുണ്ട്. മോദി ആദ്യം അധികാരത്തിലെത്തിയപ്പോൾ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ളതുപോലെ തന്നെയുള്ള ഒരു വെറുപ്പും എതിർപ്പുമൊക്കെ മോദിയോടും ബി ജെ പിയോടും ക്രൈസ്തവർക്കുമുണ്ടായിരുന്നു. എന്നാൽ മോദി ഭരണം 10 വർഷം പിന്നിട്ടപ്പോൾ അത് വലിയ തോതിൽ കുറഞ്ഞിരിക്കുന്നു. മണിപ്പൂരിൽ ക്രൈസ്തവ വേട്ട എന്ന തരത്തിലുള്ള പ്രചരണമുണ്ടായപ്പോൾ മുംബൈയിലെ ആർച്ച് ബിഷപ്പ് തന്നെയാണ് രംഗത്ത് വന്ന് അത് വർഗീയ ലഹളയല്ല, ഗോത്രവർഗ കലാപമാണ്, അത് പുതിയതല്ല, പതിവുള്ളതാണ് എന്ന് പറഞ്ഞ് ന്യായീകരിച്ചത്. മാത്രമല്ല മോദി സർക്കാരിനോടും ബി ജെ പിയോടും ക്രൈസ്തവ സഭകൾ എല്ലാം തന്നെ നല്ല ബന്ധം വളർത്തിയെടുത്തുകൊണ്ടിരിക്കുന്നു. മെത്രാന്മാരെയും സഭാ നേതാക്കളെയും മോദി പലപ്പോഴും ക്ഷണിച്ച് സംസാരിക്കാറുണ്ട്. അവരെയൊക്കെ പോയി കാണുന്ന കാര്യത്തിലും മോദിക്ക് മടിയൊന്നുമില്ല. കഴിഞ്ഞ വർഷം കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയിലെ മുഴുവൻ കത്തോലിക്ക മെത്രാന്മാരുടെ സമിതിയാണ് മോദിയെ ക്രിസ്മസിന് ക്ഷണിച്ചത്. മോദിയുടെ വസതിയിൽ മത നേതാക്കൾക്ക് ക്രിസ്മസ് വിരുന്നൊരുക്കിയ പഴയ കഥയുണ്ട്. ഏറ്റവും പുതിയ ക്രിസ്മസിന് ഇന്നലെ മോദി യാദൃച്ഛികമായി ഡൽഹിയിലെ CNI കത്തീഡ്രൽ പള്ളിയിൽ സന്ദർശനം നടത്തുന്നു. എന്ന് മാത്രമല്ല അവിടുത്തെ വിശുദ്ധ കുർബാനയിൽ മുഴുനീളം മോദി പങ്കെടുക്കുകയും ചെയ്യുന്നു. അതിനുശേഷം മോദി രാജ്യത്തെമ്പാടുമുള്ള ലോകത്തെമ്പാടുമുള്ള ക്രൈസ്തവർക്ക് ക്രിസ്മസ് ആശംസകൾ നേരുന്നു. സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും പ്രതീക്ഷയുടെയും സഹവർത്തിത്വത്തിൻ്റെയും ഒക്കെ ഉത്സവമാണ് ക്രിസ്മസ് എന്നും ഭാരതത്തിൻ്റെ ഐക്യത്തിൻ്റെ പ്രതീകമാണ് ക്രിസ്മസ് ആഘോഷമെന്നും മോദി പ്രഖ്യാപിക്കുന്നു. ക്രിസ്മസ് ദിനത്തിലെ മോദിയുടെ കത്തീഡ്രൽ സന്ദർശനം പലരുടെയും കുരു പൊട്ടിച്ചിട്ടുണ്ട്. ഓരോ ക്രിസ്മസ് കാലത്തും ബി ജെ പിയും സംഘപരിവാരും ക്രൈസ്തവർക്കെതിരാണ് എന്ന് വിശ്വസിക്കാൻ കഴിയുന്ന തരത്തിൽ പല പ്രചരണങ്ങളും ഇവിടെ നടക്കാറുണ്ട്. ക്രിസ്മസ് കരോൾ സംഘത്തെ തടയുന്നതും ക്രിസ്മസ് ആഘോഷം അലങ്കോലപ്പെടുത്തുന്നതുമൊക്കെയായ സംഭവങ്ങൾ രാജ്യത്ത് പലയിടത്തും സംഭവിക്കാറുണ്ട് എന്നത് വാസ്തവമാണ്. അവയുടെയൊക്കെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വരികയും സംഘപരിവാറിൻ്റെ രഹസ്യ അജണ്ടയുടെ ഭാഗമാണ് ഇതെന്ന് പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. ഇക്കുറിയും അത് വലിയ തോതിൽ ആഘോഷമായി നടന്നു. ഇക്കുറി പ്രചരിപ്പിക്കപ്പെട്ട പല വീഡിയോകളിൽ ചിലതൊക്കെ 4-5 വർഷം മുമ്പത്തെ സംഭവമാണ് എന്നത് മറച്ചുവെച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ രാജ്യവ്യാപകമായി നടന്ന ക്രിസ്മസ് വിരുദ്ധ ക്രിസ്ത്യൻ വിരുദ്ധ പ്രതിഷേധങ്ങളാണ് എന്ന തരത്തിലാണ് പ്രചരിപ്പിക്കപ്പെട്ടത്. കർണാടകയിലുള്ള ഒരു മുസ്ലിം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പണമുണ്ടാക്കുന്നതിന് വേണ്ടി ന്യൂനപക്ഷങ്ങളെ അധിക്ഷേപിക്കുന്നത് പതിവാക്കുകയും അത്തരമൊരു പരിപാടി നടത്തി യേശുക്രിസ്തുവിൻ്റെ അസ്തിത്വത്തെ പോലും കന്യകയിൽ യേശു പിറന്നു എന്നതിനെ പോലും ചോദ്യം ചെയ്തുകൊണ്ട് കണ്ണുരുട്ടി ഒരു ക്രിമിനൽ ലുക്കിൽ നടത്തിയ പ്രഖ്യാപനം അത് വലിയ തോതിൽ പ്രചരിപ്പിക്കപ്പെട്ടു. ഇതിൻ്റെയൊക്കെ പിന്നിൽ സംഘപരിവാർ ആൾക്കൂട്ടമാണ് എന്നാണ് പറയുന്നത്. എന്നാൽ പലപ്പോഴും ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കൂട്ടം ഒരു സംഘടനയുടെയും പിന്തുണയില്ലാതെ അവരുടേതായ രീതിയിൽ കാട്ടിക്കൂട്ടുന്ന ഇത്തരം കോപ്രായങ്ങൾ പലപ്പോഴും സംഘപരിവാറിനും മോദിക്കും ബി ജെ പിക്കുമൊക്കെ ക്ഷീണമായി മാറുന്നു. ക്രൈസ്തവ വിരുദ്ധമാണ് ബി ജെ പിയും മോദിയും എന്ന തരത്തിൽ ഈ ക്രിസ്മസ് കാലത്ത് ശക്തമായ പ്രചരണമാണ് രാജ്യമെമ്പാടും നടന്നത്. ബി ജെ പിയോട് അടുക്കുന്ന ക്രൈസ്തവരെ ആശങ്കപ്പെടുത്തുന്ന തരത്തിലായിരുന്നു അത്. ഈ പശ്ചാത്തലത്തിലാണ് ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രൻ മലയാള മനോരമ പത്രത്തിൻ്റെ ആലപ്പുഴ എഡിഷനിൽ 1-ാം പേജിൽ ഏതാണ്ട് 1/4 പേജുള്ള ഒരു പരസ്യം ക്രിസ്മസ് ആശംസയാണ് നൽകിയത്. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവരോട്, പ്രത്യേകിച്ച് കേരള ക്രൈസ്തവരുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ക്രിസ്മസ് സ്നേഹത്തിൻ്റെ പ്രഖ്യാപനമാണ് എന്ന് ശോഭാ സുരേന്ദ്രൻ പരസ്യത്തിലൂടെ പ്രഖ്യാപിക്കേണ്ടി വന്നു. അത്തരത്തിൽ ക്രൈസ്തവർക്കെതിരല്ല ബി ജെ പി, പ്രചരിപ്പിക്കുന്നതൊക്കെ വ്യാജമാണ് എന്ന് എടുത്തു പറയേണ്ട സാഹചര്യത്തിലേക്ക് ബി ജെ പി രൂപപ്പെട്ട പശ്ചാത്തലത്തിൽ വേണം ഇന്നലെ പ്രധാനമന്ത്രി പൊടുന്നനെ ഡൽഹിയിലെ ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയുടെ വിശ്വപ്രസിദ്ധമായ വൈസ്രോയി കത്തീഡ്രലിലേക്ക് കടന്നു ചെന്നത്. നേരത്തെ മോദി വരും എന്നറിയിച്ചിരുന്നു. അതിനനുസരിച്ചുള്ള സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കിയിരുന്നു. വലിയ ബാരിക്കേഡുകൾ വെച്ച് കെട്ടിയിരുന്നു.
ഈ ബാരിക്കേഡുകൾ ഉള്ളതുകൊണ്ട് തന്നെ സാധാരണഗതിക്ക് ക്രിസ്മസ് തിരുനാൾ കുർബാനയ്ക്ക് വരുന്ന വിശ്വാസികൾക്ക് പ്രവേശിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. ചിലരൊക്കെ അതിൽ പ്രതിഷേധിച്ചു. മോദിക്കൊപ്പം വൈസ്രോയ് കത്തീഡ്രലിലേക്ക് എത്തിയ BJPയുടെ കേരള ഘടകം പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ വിശ്വാസികളോട് ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു. വാസ്തവത്തിൽ വിശ്വാസികൾക്ക് പള്ളിയിൽ വരുന്നതിന് തടസ്സമുണ്ടാക്കാത്ത വിധത്തിൽ പള്ളിയിൽ വരുന്നവരുടെ ലിസ്റ്റൊക്കെ നേരത്തെ എടുത്ത് സുരക്ഷാ പരിശോധന ഉറപ്പാക്കി കയറ്റേണ്ടതായിരുന്നു. അത്തരം ചില ശ്രമങ്ങൾ നടന്നെങ്കിലും അവസാന നിമിഷം എത്തിയവർക്കാണ് പള്ളിയിലേക്ക് കയറാൻ കഴിയാതെ പോയത്. അവരാണ് പ്രതിഷേധിച്ചത്. എന്തായാലും മോദി പള്ളിക്കകത്ത് കയറുകയും കുർബാനയിൽ മുഴുനീളം പങ്കെടുക്കുകയും ചെയ്തു. പള്ളിയുടെ മുമ്പിൽ തന്നെ എത്തി വിശ്വാസികൾക്കൊപ്പം കൈകൂപ്പി നിന്നുകൊണ്ടാണ് മോദി ക്രിസ്മസ് കുർബാനയിൽ പങ്കെടുത്തത്. മോദിയുടെ തലയിൽ കൈവച്ച് ഡൽഹി CNI ബിഷപ്പ് പോൾ സ്വരൂപ് അനുഗ്രഹിക്കുകയും ചെയ്തു. ഇതിനുശേഷമാണ് മോദിയുടെ മടക്കം. മോദിയുടെ ഈ കത്തീഡ്രൽ സന്ദർശനം വളരെ ചരിത്രപരമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് പ്രത്യേകിച്ച് CNI ചർച്ചിന്റെ പരിപാടിയിൽ പങ്കെടുത്തത്. രാജ്യത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ ക്രൈസ്തവ വിഭാഗമാണ് CNIയും CSIയും ചേർന്നുള്ള ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ ഇന്ത്യൻ വിഭാഗം. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്നപ്പോൾ ബ്രിട്ടനിലെ പ്രോട്ടസ്റ്റന്റ് സഭയായ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് ഇന്ത്യയിലും പ്രവർത്തിച്ചിരുന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടപ്പോൾ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ കീഴിലുള്ള വിവിധ ചർച്ചുകൾ ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ, ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ എന്നിങ്ങനെ 2 ചർച്ചുകളായി തിരിഞ്ഞ് പ്രവർത്തിക്കുകയാണ്. ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയിൽ ഏതാണ്ട് 25 ലക്ഷത്തോളം വിശ്വാസികളുണ്ടെങ്കിൽ ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയിൽ ഏതാണ്ട് 50 ലക്ഷത്തോളം വിശ്വാസികളുണ്ട്. നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട സഭാവിഭാഗമായ CSI ആണ് ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ. ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയും ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയും ഒന്ന് തന്നെയാണ്, 2 തരം മാനേജ്മെന്റിലാണ് താനും. ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആസ്ഥാന രൂപതയാണ് ഡൽഹി. ഡൽഹി രൂപതയുടെ കത്തീഡ്രൽ പള്ളിയാണ് രാഷ്ട്രപതി ഭവനും പാർലമെന്റ് ഹാളിനും തൊട്ടടുത്തുള്ള കത്തീഡ്രൽ ചർച്ച് ഓഫ് റിഡംഷൻ. ഇതിന് മറ്റൊരു പേര് വൈസ്രോയി ചർച്ച് എന്നാണ്. അതിന് കാരണം ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയുടെ ഭരണാധികാരികളായിരുന്ന ബ്രിട്ടീഷ് രാജകുടുംബത്തിന് പ്രതിനിധികളായ വൈസ്രോയിമാർ അവരുടെ വിശ്വാസ തുടർച്ചയ്ക്ക് വേണ്ടി സ്ഥാപിച്ചതായിരുന്നു ഈ പള്ളി. 1921 1931 ഇടയിൽ പണി നടന്ന് പൂർത്തിയായ വൈസ്രോയി പള്ളി വൈസ്രോയിമാരുടെ ആരാധനാ കേന്ദ്രങ്ങളായിരുന്നു. ബ്രിട്ടീഷ് പഴമയുടെ എല്ലാ തെളിമയും ഇപ്പോഴും ഈ കത്തീഡ്രൽ പള്ളിയിലുണ്ട്. 1931 സ്ഥാപിച്ച ഓർഗനാണ് ഇപ്പോഴും പള്ളിയിലെ കൊയറിൽ പാട്ടുപാടാൻ ഉപയോഗിക്കുന്നത് എന്നോർക്കണം. ബ്രിട്ടീഷ് പാരമ്പര്യം അതേപടി നിലനിർത്തുന്ന പള്ളിയാണ്. കടുത്ത ചൂടിലും തണുപ്പ് നിലനിർത്തുന്ന തരത്തിലാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം. ഡൽഹിയിലെ പ്രസിദ്ധമായ സെന്റ് സ്റ്റീഫൻസ് കോളേജ്, സെന്റ് തോമസ് സ്കൂള്, ക്യൂൻ മേരി സ്കൂള്, ദി വിക്ടോറിയ സ്കൂള്, സെന്റ് സ്റ്റീഫൻസ് ഹോസ്പിറ്റൽ ഇവയെല്ലാം ഈ കത്തീഡ്രൽ ഉൾപ്പെടുന്ന ഡൽഹി CNI രൂപതയുടെ കീഴിൽപ്പെടുന്നതാണ്. അങ്ങനെ ബ്രിട്ടീഷ് പാരമ്പര്യത്തിന്റെ തുടർച്ചയായി പ്രോട്ടസ്റ്റന്റ് വിശ്വാസം പിന്തുടരുന്ന സെന്റ് സ്റ്റീഫൻസ് കോളേജിന്റെ ഒക്കെ ഉടമസ്ഥാവകാശത്തിൽപ്പെടുന്ന റിഡംഷൻ കത്തീഡ്രലിലേക്ക് മോദി എത്തിയത് ബോധപൂർവമാണ്. കത്തോലിക്ക വിശ്വാസത്തോടും മാത്രമല്ല പ്രോട്ടസ്റ്റന്റ് വിശ്വാസത്തോടും പെന്തക്കോസ്ത വിശ്വാസത്തോടും ഒക്കെ മോദി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് ഈ കത്തീഡ്രൽ തന്നെ തിരഞ്ഞെടുത്തത്. മോദി സന്ദർശനം വലിയ സ്വീകാര്യതയാണ് വിശ്വാസികൾക്കിടയിൽ ഉണ്ടാക്കിയത്. മോദിയെ പോലെ അന്താരാഷ്ട്ര ലീഡറെ അടുത്തറിയാൻ കഴിഞ്ഞതിൽ വിശ്വാസികളിൽ പലരും സന്തോഷം പ്രകടിപ്പിച്ചു. മാത്രമല്ല ജാടകളില്ലാതെ ക്രൈസ്തവ വിശ്വാസത്തിന്റെയും ആചാരത്തിന്റെയും ഭാഗമായി മോദി ഇന്ത്യൻ മതേതരത്വത്തിന്റെ പ്രതീകമായി വാഴ്ത്തപ്പെടുകയാണ്. BJPയും RSSും വംശഹത്യയുടെ രാഷ്ട്രീയമല്ല, ഭാരതീയ പാരമ്പര്യത്തിൽ ആഴത്തിൽ ഊന്നിക്കൊണ്ട് തന്നെ ന്യൂനപക്ഷ മതങ്ങൾക്കും അവരുടെ ആചാരവും വിശ്വാസവും സംരക്ഷിക്കാൻ കൂടെ നിൽക്കും എന്ന സന്ദേശമാണ് മോദി നൽകുന്നത്. അയോധ്യയിലെ പരികർമ്മിയായി പോകുന്നതിനൊപ്പം തന്നെ ക്രൈസ്തവ ദേവാലയത്തിൽ പ്രാർത്ഥിക്കാനെത്തുന്ന മോദി രാജ്യത്തെ മതേതരത്വത്തിന്റെ പ്രതീകമായി അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പോലും വാഴ്ത്തപ്പെടുന്ന സാഹചര്യമാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ അസ്വസ്ഥപ്പെടുന്നത് കടുത്ത മോദി വിരുദ്ധർക്കാണ്. മോദി ന്യൂനപക്ഷങ്ങൾക്കെതിരാണ്, ക്രൈസ്തവരെ ഇല്ലാതാക്കും എന്നൊക്കെ പ്രചരിപ്പിക്കുന്ന ഒരു കൂട്ടം ആളുകൾ അസ്വസ്ഥരായി മോദിയുടെ കാപട്യത്തിന്റെ ഉദാഹരണമാണ് എന്ന് പറഞ്ഞ് രംഗത്തെത്തിയിട്ടുണ്ട്. ക്രൈസ്തവർക്കെതിരെ രാജ്യവ്യാപകമായി പലപ്പോഴും ആൾക്കൂട്ടം നടത്തുന്ന ആക്രമണങ്ങൾക്കിടയിൽ മോദിയുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കൽ ക്രൈസ്തവ വിശ്വാസികൾക്കും ആത്മവിശ്വാസം ഇരട്ടിപ്പിച്ചിരിക്കുന്നു.